മിസ്രയീം ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസെഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്കുത്തരമരളി. മെരീബാ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. ഈ വചനങ്ങളിൽ ആത്മീയത്തിൻ്റെ 3 കാലങ്ങളുമുണ്ട്. എല്ലാ മനുഷ്യർക്കും ആത്മീയത്തിൽ 3 കാലങ്ങളുണ്ട്. ഒരു പഴയ കാലം, ഒരു വർത്തമാനകാലം, ഒരു വാഗ്ദത്ത കാലം. ഒരു ഈജിപ്റ്റ്, ഒരു മരുഭൂമി, ഒരു കാനാൻ ദേശം, ഒരു ജോസഫ്, ഒരു മോശെ, ഒരു യോശുവ. ക്രിസ്തുവിൻ്റെ നിഴലാണ് ഈ 3 പേരും. ഈ 3 കാലങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ നിഴലുകളാണ്. ജോസഫിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, സഹോദരന്മാർ അവനെ വിറ്റുകളഞ്ഞു. സഹോദരന്മാർ വിറ്റുകളഞ്ഞു. മോശയെക്കുറിച്ച് പറയുന്നത്, ജനങ്ങൾ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാരെന്ന് ചോദിച്ചുന്തിക്കളഞ്ഞു. യോശുവയെക്കുറിച്ച് പറയുന്നതോ, ദൈവസ്വരം കേട്ടിട്ട് മോശ പോയാലും യോശുവ എന്ന ബാല്യക്കാരൻ, യൗവനക്കാരൻ കൂടാരത്തോട് പറ്റിയിരുന്നു. ഒരു മനുഷ്യൻ്റെ പഴയ മനുഷ്യൻ, ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നൊരു മനുഷ്യൻ, പ്രമാണത്തിൻ്റെ കീഴിലുള്ള മനുഷ്യൻ, പിന്നീട് പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പുത്രത്വം പ്രാപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ നിന്ന്, പഴയ കാലത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ജോസഫ് വേണം. ജോസഫ് ബലവാൻ. പാപം, ലോകം, അധികാരങ്ങൾ, ആ വിഷയത്തിലെല്ലാം ജോസഫ് നിങ്ങൾക്ക് ജയം നേടിത്തരും. അവൻ നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ അവനെ വിറ്റുകളഞ്ഞത് അവൻ ക്ഷമിക്കും. അവൻ പറയും, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞത് കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ടെൻസിനെ ഓർത്ത് വിഷമിക്കണ്ട. ദൈവം അത് നന്മയ്ക്കായിട്ട് മാറ്റും. പാസ്റ്റ് ടെൻസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രോങ് ആയൊരു വെല്ലുവിളിയാണ്. കാരണം യഹോവ യഹൂദയുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ കീഴടക്കാൻ യഹൂദയ്ക്ക് കഴിഞ്ഞില്ല. കണ്ടോ, കർത്താവ് കൂടെ ഉണ്ട്. പക്ഷേ താഴ്വരയിലെ നിവാസികൾക്ക് നിന്റെ പാസ്റ്റ് ടെൻസിലെ സ്ട്രോങ് ആയിട്ട് നിന്നോട് വാദിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ, അവരെ ജയിക്കാൻ യഹൂദയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷെ യോസഫിന് കഴിഞ്ഞു. യോസഫിനേ കഴിയൂ. അതുകൊണ്ട് അവനെ മുൻകൂർ അയച്ചത്. വലിയൊരു രക്ഷയാൽ നിങ്ങളെ രക്ഷിക്കേണ്ടതിന് അവനെ മുൻകൂറായി നിങ്ങൾക്ക് വേണ്ടി അയച്ചു. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. മിസ്രയീമിൽ നിന്ന് ഞാൻ അവനെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിൻ്റെ കരുത്തവനുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, പഴയതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ. ഹല്ലേലൂയ. രക്ഷ എന്ന ഉത്സവത്തോടുകൂടി, ആർപ്പോടുകൂടി നൃത്തം ചെയ്തു വരുന്നവൻ, രക്ഷ എന്ന സന്തോഷം കിരീടമണിഞ്ഞു വരുന്നവൻ, അവനാണ് നിങ്ങൾ. അതിന് കാരണക്കാരൻ ജോസഫാണ്, നമ്മുടെ യേശുവാണ്. പിന്നീട് ഉള്ളത് ഇപ്പോഴത്തെ കാലമാണ്, മരുഭൂവാസം. 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് ഇപ്പോഴത്തെ കാലം, അല്ലെങ്കിൽ 2 ന്യായപ്രമാണത്തിന് കീഴുള്ള കാലം. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമായി മോശയെ അയച്ചു. പരിശുദ്ധാത്മാവ് അത് വളരെ ബുദ്ധിപരമായിട്ട് എഴുതി. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ ജഡത്തോട് ഇടപെടുകയാണ്. മോശ അപേക്ഷിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങനോട് സംസാരിക്കുന്നതിന് മുമ്പും സംസാരിച്ചതിന് ശേഷവും എനിക്ക് സംസാരിക്കാനുള്ള ഒരു പ്രാപ്തിയില്ല. ലീഡർമാരെല്ലാവരും പ്രസംഗിച്ചല്ലേ, സംസാരിച്ചല്ലേ ജനങ്ങളെ നിയന്ത്രിക്കുന്നത്. കർത്താവ് പറഞ്ഞോ, ജഡത്തെ ജയിക്കാൻ സംസാരമല്ല വേണ്ടത്, ജഡത്തെ ജയിക്കാൻ സൗമ്യതയാണ് വേണ്ടത്. അതിന് നീ ഇപ്പോൾ വിക്കുള്ളവനായിരിക്കുന്നത് നല്ലത്. നിന്നോട് വാദിക്കുന്നവരോട് മറുപടി പറയാൻ കഴിയാതെ വണ്ണം നിന്റെ വായിക്കൊരു കടിഞ്ഞാനുള്ളത് നല്ലത്. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞുതരും. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. ജനത്തിൻ്റെ ജഡത്തോടിടപെടുകയാണ്. പെറുപെറുപ്പുകാർ, മത്സരികൾ, അധികാരമോഹികൾ, നന്ദിയില്ലാത്തവർ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പോകാൻ ആഗ്രഹിച്ചവർ, ഈ ലോകമോഹം, ജഡമോഹമുള്ളവർ. തിന്നാനും കുടിക്കാനും ഞങ്ങൾ ഇരിക്കാം, നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കാം. തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഇവരുടെ ജഡത്തോടിടപെടാൻ മോശെ എന്ന പ്രമാണം. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ വെച്ച് ഞാൻ നിനക്കുത്തരമരളി. പ്രമാണം കഠിനമായിട്ട് തോന്നി. മരുഭൂമിയിൽ ഇടപെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ദൈവം ഒരു ക്രൂരനാണെന്ന് തോന്നി. പക്ഷെ ക്രൂരനല്ല ദൈവം. സ്നേഹം മറച്ചു വെച്ചിട്ട് കഠിന മുഖം കാണിച്ചെന്നേ ഉള്ളൂ. ഈജിപ്തിൽ നമ്മുടെ പിതാക്കന്മാർ
ചെന്നപ്പോൾ 1-ാം പ്രാവശ്യം ജോസഫ് കഠിനമുഖവാ കാണിച്ചു. അറിഞ്ഞ പാപം, പരിചയ പാപം കാണിച്ചില്ല. പക്ഷെ 2-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഞാൻ ജോസഫാണ്, നിങ്ങളുടെ സഹോദരനാണ്. കെട്ടിപ്പിടിച്ചു, സല്ലാപിച്ചു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, അവർക്ക് സമ്മാനങ്ങളെ കൊടുത്തു, രഥങ്ങളെ കൊടുത്തു വിട്ടു, വിശേഷ വസ്തുക്കൾ കൊടുത്തു, വഴിക്ക് വേണ്ട ആഹാരം കൊടുത്തു. അടിമകളെ പോലെ നിന്നവർ ഉടമകളായി. മരുഭൂമിയിൽ നിന്ന് നിങ്ങളെ നയിക്കാൻ യോശുവ. അത് സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിൽ ആ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കറക്റ്റാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു. അവർ അത് ഏറ്റുവാങ്ങി യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്നു. ഇംഗ്ലീഷിൽ യോശുവയുടെ അണ്ടറിൽ കൊണ്ടുവന്നെന്നാണ്, മലയാളം കറക്റ്റാണ്. സാക്ഷ്യകൂടാരം യോശുവയുമായി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ കൂടാരത്തോട് പറ്റിയിരിക്കുകയാണ്. കൂടാരത്തെ കൊണ്ടുവന്നാൽ ഈ മനുഷ്യനും വരും, ഇവനെ കൊണ്ടുവന്നാൽ കൂടാരവും വരും. സങ്കീർത്തനം 91, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ പിടിപ്പിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. യോർദാൻ കടക്കാൻ കൃപയല്ലാതെ ഒന്നുമില്ല. ആലയത്തിന്റെ അക്കൗണ്ടിൽ, സഭയുടെ അക്കൗണ്ടിൽ ഒരുത്തന് വാഗ്ദത്ത ദേശത്തെ നന്മ അനുഭവിക്കാം. ആൻഡ്രൂസ് വന്നു, കർത്താവേ നീ എവിടെ പാർക്കുന്നു? വന്നു കാണുക. അവൻ പോയി അന്ന് രാത്രി അവനോടുകൂടെ പാർത്തു. അവൻ വസിക്കുന്ന ഇടം കണ്ടു. കർത്താവിൽ നിങ്ങൾക്കൊരു ഇടമുണ്ട്. അവനോടുകൂടെ പാർക്കാൻ ഒരു ഇടമുണ്ട്. വേറെ എവിടെയുണ്ട് ഇടം? രാജകൊട്ടാരത്തിൽ ആരിടം തരും? വൈറ്റ് ഹൗസിൽ ആരിടം തരും? മണിമാളികകളിൽ, ധനവാന്മാരിൽ, പ്രഭുക്കന്മാരിൽ ആശ വയ്ക്കരുത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇടം തരികയില്ല. വീട്ടിലൊരു പക്ഷെ 1-2 ഇടം തന്നേക്കും. ഹൃദയത്തിൽ എന്നേക്കും ഇടമുണ്ട് നസ്രായനിൽ. കുരിയിൽ ഒരു വീടും ഇവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. കർത്താവും യഹോവയുമേ അങ്ങയുടെ യാഗപീഠങ്ങളെ തന്നെ. അവന്റെ ക്രൂശിൻ ചുവട്ടിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. ക്രൂശി കിടന്നുകൊണ്ട് അവൻ വിളിക്കുകയാണ്, യോഹന്നാനെ ഇത് നിന്റെ അമ്മ, സ്ത്രീയെ ഇത് നിന്റെ മകൻ. അതുവരെ കൂട്ടുകാരനായിരുന്നു, ശിഷ്യനായിരുന്നു. യോഹന്നാനെ ഇത് നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ നീ എനിക്ക് ആരായി? നീ എനിക്ക് സഹോദരനായി. കണ്ടോ, ആപത്ത് കാലത്ത് അവൻ സഹോദരനായി തീർന്നു. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ദൈവത്തിന് ആത്മീയാഗം കഴിപ്പാൻ തക്ക പുരോഹിത വർഗമാകേണ്ടതിനെ ഒന്നിച്ചു പണിത് വരുന്നു. സഭയുടെ അക്കൗണ്ടിൽ പുത്രത്വം പ്രാപിച്ച്, വാഗ്ദത്തം പ്രാപിച്ച് അനുഗ്രഹത്തിലേക്ക് കടക്കാം. മരണത്തെ ജയിച്ച് അനുഗ്രഹത്തിലേക്ക് കടക്കാം. ഈ ഭൂമിയിൽ നിങ്ങൾ വാഗ്ദത്തം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും അനേകർക്ക് അനുഗ്രഹമാകണമെന്നും ലോകത്തിലെ സകല ജനങ്ങളും നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയണമെന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. കൂടാരത്തോട് പറ്റിയിരുന്നവൻ കൂടാരത്തോടു കൂടി വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു. അവനിലൊരു ഇടം കണ്ടെത്തിയവൻ ആൻഡ്രോസ്. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞു. മാറോട് ചാരിയിരുന്നവൻ, പറ്റിയിരുന്നവൻ ഭാവിയെക്കുറിച്ച് അവൻ ആധികാരികമായി പ്രസ്താവിച്ചു. വെളിപ്പാടുകൾ പറഞ്ഞു, ആർ പറയാത്തത് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു സഭയുടെ ഭാവി, അവൻ പറഞ്ഞു ശുഭകാലം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോസഫിന്റെ അക്കൗണ്ടിൽ കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾക്കൊരു പാസ്റ്റ് ടെൻസ് എന്ന് വിടുതൽ. മോശയുടെ കീഴിൽ നയപ്രമാണത്തിലെ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ ശിക്ഷണത്തിൽ നിങ്ങൾക്കൊരു ശുദ്ധീകരണം. യോശുവയുടെ അക്കൗണ്ടിൽ, കൂടാരത്തിന്റെ അക്കൗണ്ടിൽ, സഭയുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പുത്രത്വം. ദൈവം കൽപ്പിക്കുമാറാകട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, വർദ്ധിപ്പിക്കുമാറാകട്ടെ, മാനിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ യഹോവ ദൈവം സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമേൻ.